അതുകൊണ്ടാ സാമൂലെ ഞാൻ നിന്നോട് പറയുന്നത് നീ ഇനി മേലി കുടിക്കരുതെന്ന്. നീ എന്നെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് കർത്താവിന് എതിരാ കുഞ്ഞെ. അപ്പൊ നീ ചോദിക്കും കർത്താവ് കുടിച്ചിട്ടില്ലേ അച്ചോന്ന്. അതാണല്ലോ നിന്റെ ഒരു രീതി. സത്യത്തിൽ നീ മദ്യത്തെ കുടിക്കുകയല്ലോ സാമൂലെ, മദ്യം നിന്നെ കുടിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ടോ നീ നാട്ടുകാരോട് വഴക്കുണ്ടാക്കുന്നു, അവരുടെ തല്ലുകൊള്ളുന്നു. ആ അരിശം തീർക്കാൻ നീ വീട്ടിൽ വന്ന് ഇവളെ തല്ലുന്നു, പിള്ളേരെ തല്ലുന്നു. മദ്യം സാമൂഹികവും കുടുംബപരവുമായൊരു തിന്മയാണെന്ന് നീ തിരിച്ചറിയണം. മനസ്സിലായോ സാമൂലെ? മനസ്സിലായച്ചു. എന്നാ നീ കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യം ചെയ്യോ, ഇനി നീ കുടിക്കില്ലെന്ന്. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലാന്ന് സത്യവാചക ഏറ്റു പറ സാമൂലെ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലാന്ന് പറ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് സത്യം, സത്യം, സത്യം. ഇത് സത്യം, സത്യം, സത്യം. Cheers. കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം. നിങ്ങൾ രണ്ടാളുമായിരുന്നു സ്കൂളിൽ ഞങ്ങൾ ജൂനിയേഴ്സിന്റെ റോൾ മോഡൽസ്. പുല്ലാനിക്കാട്ടിലും തോട്ടറുപ്പിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ പുല്ലിയത്തുകാരികളുടെ പുറകെ പമ്മി നടന്ന കഥയൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾ രോമാഞ്ചം കൊണ്ടിങ്ങനെ നിൽക്കും. അല്ല, പണത്തിനും പ്രൗഢിക്കൊന്നും ഒരു കുറവില്ലായിരുന്നല്ലോ ജോയിക്ക്. അന്നും പഠിത്തത്തിലൊക്കെ 2ാം സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ചാച്ചൻ അല്ലെങ്കിലും ഞാൻ പഠിക്കാൻ പോകുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞത്, നീ ഇനി മറുഭാഷയൊന്നും പഠിക്കാൻ പോകണ്ട, ഇവിടെ എത്രയെന്തെല്ലാം കാര്യങ്ങൾ കിടപ്പുണ്ട്, അതൊക്കെ നോക്കി നടത്തിയാ പോയത്. ഭാഗ്യവാൻ. നീ എന്നതായി പറയുന്നത്? അതോടൊരു തീർന്നില്ല എന്റെ ഭാഗ്യം. യവനും ഞാനും കൂടെ പണ്ട് എന്തുമാത്രം നീർക്കാങ്കുടി ഇടുകയും വള്ളം കളിക്കുകയും കടവിൽ വെളുത്തേടത്തി പെണ്ണുങ്ങളെ വലയിടുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ CI സാറേ നിനക്ക്? പിന്നെ അറിയാതെ. നിനക്കറിയാവല്ലോ ബാലകൃഷ്ണ, ഇവന് ശകലം കേരള കോൺഗ്രസിന്റെ ഉപദ്രവമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയോ ഇവൻ അതിൽ ചെന്ന് പെട്ടുപോയതാ, കഷ്ടമായിപ്പോയി. പക്ഷെ ഞാനിതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല കേട്ടോ. എന്നതാ കേരള കോൺഗ്രസിന് കുഴപ്പം? എന്നതാ കേരള കോൺഗ്രസിന് കുഴപ്പം? പിന്നെ കേരള കോൺഗ്രസിന് ഒരു കുഴപ്പവും ഇല്ല. എന്നാലുണ്ടല്ലോ എന്നെ അതിന് കിട്ടുകയല്ല. മാനു സാർ എന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്റെ ഇച്ചാച്ചൻ വോട്ട് ചെയ്ത് കോൺഗ്രസിൽ നിന്ന് ഞാൻ മാറുകയല്ല. ഓ, ചോദിച്ചൻ തുടങ്ങി. പിന്നെ അത് തന്നെ, എനിക്കിത് കേട്ട് കേട്ട് മടുത്തു. ഇനിയെങ്കിലും കഥയൊന്ന് മാറ്റിപ്പിടിക്കാൻ എന്റെ ജോയിച്ചാ. എന്നൊക്കെ പറഞ്ഞാലും കോൺഗ്രസിനൊരു കുലമഹിമയുണ്ട്. പിന്നെ എല്ലാ കുലത്തിലും അലപരാധികളുണ്ടെന്ന് ഓർത്ത് സമാധാനിക്കാം. എന്ന് വെച്ചാൽ എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല കേട്ടോ. കൊച്ചുറാണി 3-4 പ്രാവശ്യം വിളിച്ചായിരുന്നു. ഇനി വിളിച്ചാ ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞേ. ആ, അച്ഛൻ വന്നല്ലോ. കയറി വരണോ? എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിം ട്യൂടാ. ഇരിക്കടാ. എങ്ങനെയുണ്ട്? പുളിന്താനത്തിടവകാംഗവും അമേരിക്കൻ മലയാളിയുമായ വിൻസെന്റ് പട്ടിണിക്കാരൻ പ്രത്യേക ദൂതൻ വശം വളരെ ആദരപൂർവ്വം ഈ ആന്റണി അച്ഛന് കൊടുത്തയച്ച മുന്തി ഇനം സ്കോച്ച് വിസ്കി കുടിപ്പിൻ, ആഹ്ലാദിപ്പിൻ. എന്നാ പിടിയച്ചോ, ഒന്ന് മുട്ടിച്ചടാവേ. സണ്ണിച്ചാൻ ഗോവ പള്ളി പോയത് ഇപ്പൊ പണിയായത്. വിശേഷം എന്തെങ്കിലും ഉണ്ടോന്ന് എല്ലാവർക്കും അറിയണം. മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. അവനവന്റെ കാര്യം നോക്കാൻ ഒരെണ്ണത്തിന് സമയമില്ല. അത് നേരെ. പേഴുമുട്ടിലെ ശോശക്കുട്ടി എന്നോട് പറയുവാ, ഇതിപ്പോ കർത്താവ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ശുഷ്കാന്തി വേണമെന്ന്. ഇപ്പൊ തന്നെ ശുഷ്കാന്തി കുറച്ച് കൂടുതലാ. ഇനി അതങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ചത്തു പോത്തേ ഉള്ളൂ. സണ്ണിച്ചായ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലയോ? ചാവുന്നെങ്കി ചാവട്ടെ, ഇങ്ങോട്ട് വാ. അയ്യോ, എന്റെ ആൻസി, എനിക്കൊരു സംശയം. നീ സന്താന നിയന്ത്രണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അച്ഛനോട് കുമ്പസാരിക്കാറുണ്ടോ? നാടല്ലേ ചോദിച്ചിന്? ഇതൊക്കെ തമ്പരാൻ അറിയാവുന്ന കാര്യമല്ലയോ? അച്ഛനോട് പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, ഇനിയിപ്പോ 1-2 കൊച്ചുങ്ങൾ കൂടെ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനെല്ലാത്തിനും റെഡിയാ. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. വേണ്ടെങ്കിൽ വേണ്ട. നീ അല്ലയോ ഇതുങ്ങളെ 10 മാസം ചുവന്ന് പിന്നെ തോളെ കയറ്റി തൊട്ടിലാട്ടി പാലും കുടിപ്പിച്ച് ഉറക്കൊളച്ച് താഴെ വീഴാതെ നോക്കി വളർത്തേണ്ടത്. ആലോചിച്ച് നോക്കി വേണ്ടപ്പോ പറഞ്ഞാ മതി, ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബത്തെ കുറിച്ചാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെയെല്ലാം കുടുംബമാണ്. അതുകൊണ്ട് എല്ലാം നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം. കുടുംബത്തിന്റെ ഭദ്രതയും ദൃഢതയും ബാധിക്കുന്ന രീതിയിൽ നാം ഒന്നും ചെയ്തുകൂടാത്തതാണ്.
നിനക്ക് കെണിയൊരുക്കുവാൻ സാത്താൻ ഒരു നിഴല് പോലെ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്നറിയുക. അവൻ്റെ പ്രലോഭനങ്ങളെ നീ കരുതിയിരിക്കുക. രക്ഷകനായ ദൈവത്തോട് നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. അവനിലുള്ള അടിയുറച്ച വിശ്വാസത്തെ മുറുകെ പിടിക്കുക. പ്രലോഭനങ്ങളിൽ നിന്ന് എന്നെ കാത്തോളണേ കർത്താവേ. പ്രലോഭനങ്ങൾ നരകത്തിലേക്കുള്ള രാജപാതകളാണ്. തിരുവനന്തപുരത്ത് എനക്കെന്നാ പരിപാടി? 1-2 കേസിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. പിന്നെ സെക്രട്ടേറിയറ്റ് കയറി എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിന്റെ പേപ്പർ എന്തായെന്ന് അറിയണം. ഉള്ളത് പറഞ്ഞാൽ അത് തന്നെ പ്രധാനം. നീ വരുന്ന നമുക്കൊന്ന് ചുറ്റിയടിച്ച് ആഘോഷിച്ചേച്ചു വരാം. ഞാനെങ്ങുമില്ല. ഗോവ ട്രിപ്പിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല. അതിനെപ്പോ തിരുവാവും. കാശ് എത്രയാ പൊടിഞ്ഞത്? അതങ്ങനെ സൂയിക്ക നോക്കി പൊടിക്കണം. പിന്നെ നീ മാത്രമല്ലല്ലോ പൊടിച്ചത്. എന്നാത്തിനാടാ ഈ കണ്ട സ്വത്തൊക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? നിധി കാക്കുന്ന ഭൂതത്തെ പോലെ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കൻ. അതേടാ, ഞാൻ പിശുക്കൻ തന്നെയാ. അതിനെന്നാ ഇപ്പൊ എത്ര കുറവ്? എനിക്കിപ്പോ കാണുന്നൊന്നും ഞാനായിട്ടുണ്ടാക്കിയതല്ല. അപ്പനപ്പൂപ്പന്മാരോട് തന്നേച്ചു പോയതാ. അത് നഷ്ടപ്പെടുത്താതെ അടുത്ത തലമുറ ഏൽപ്പിക്കുക എന്നുള്ളതാ എന്റെ കടമ. അല്ലെങ്കിൽ എന്റെ ഇച്ചാച്ചൻ പോലും എന്നോട് ക്ഷമിക്കത്തില്ല. ചാച്ചന്റെ മോൻ തന്നെ നീ. പണ്ടിയല്ല പിരിവുകാരൊക്കെ വരുമ്പോ അങ്ങേര് പത്തായത്തിൽ കയറി ഒളിച്ചിരുന്ന കഥയൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. നമിച്ചേ നമിച്ചു. എഞ്ചിൻ നടക്കുന്നുണ്ടോ എന്ന് ചെവിയോർത്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. മേഡം വേഗം ഇറങ്ങി തള്ളു. അരയാൻ കണ്ട് കുഞ്ഞത്തിന് കുളപ്പുറം വക്കന്റെ സ്വന്തമാണ്. നീ മറ്റോന്റെ കാശ് മേടിച്ച് കുഞ്ഞത്തനെ ജയിലിൽ കയറ്റും അല്ലൂടാ. നിന്റെ വക്കീലെ പണിന്ന് ഞാൻ പൂട്ടിക്കും. എന്നെ തല്ലിയാലുണ്ടല്ലോ ഞാൻ ആരാന്ന് നിനക്ക് അറിയാൻ വേണ്ട. നിന്റെ ഗുണ്ടാപ്പണിയൊന്നും എന്റെ അടുത്ത് ഇനിയിപ്പോ ഇതൊരു ശീലമായി പോയി. ഇനി തള്ളടാ. ഇതാര്? അയ്യോ എന്തുവാ? സണ്ണി കളി ചോറ് തന്ന കൈക്ക് എന്നെ കൊത്തുന്നോ നീ?